എല്ലാവർക്കും നമസ്കാരം. 2024 വന്നേക്കാണ്. എല്ലാവരും പൊളിക്കുക. ഹാപ്പി ന്യൂ ഇയർ. 2023 എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല മൊമെൻ്റ് നടന്ന ഒരു വർഷമാണ്. കൂടാതെ തന്നെ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടായ ഒരു വർഷമാണ്. ഞാൻ 2022 കഷ്ടപ്പെട്ടത് മൊത്തം 2023 എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 2022 ഞാൻ എറണാകുളത്ത് നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ട്രെയിൻ മിസ് ചെയ്തിട്ട് ഞാൻ വെളുപ്പിന് വരെ റെയിൽവേ സ്റ്റേഷനിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വർഷം എനിക്ക് അത്രയും കഷ്ടപ്പാടായിരുന്നു എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ. അതിൻ്റെ എല്ലാം ഡെവലപ്മെൻറ്റ്, ആ ഒരു കാര്യങ്ങളെല്ലാം എനിക്ക് 2023 അച്ചീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ചിന്തിക്കുക, നമ്മുടെ ഓരോ വർഷം നമ്മൾ അനലിസ്റ്റിക് എടുക്കുക, അതായത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫ്, നമ്മുടെ കരിയർ, നമ്മുടെ ഫിനാൻഷ്യൽ ലൈഫ്, അതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും എടുക്കുക. അതിനനുസരിച്ച് നമ്മൾ ഗ്രോ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും തകർക്കുക. എല്ലാ വിഷമങ്ങളും ഉണ്ടാവും, വിഷമങ്ങളും നമ്മൾ എൻജോയ് ചെയ്യണം. എനിക്ക് സന്തോഷം മാത്രമല്ല, വിഷമങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം എൻജോയ് ചെയ്ത് അതെല്ലാം സോൾവ് ചെയ്ത് ലൈഫ് മുന്നോട്ട് പോവാണ്. ഞാൻ ഇപ്പോൾ കാശ്മീരാണുള്ളത്. അപ്പോൾ തണുപ്പിലായിരുന്നു ഹാപ്പി ന്യൂ ഇയറും കാര്യങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെ തകർക്കുക. ബൈ.